അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദുറൂസ് അറബി മലയാളത്തിലെ പാഠം 10 പുഷ്പം. ഷ എന്ന അക്ഷരമാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഷ എന്ന് പറഞ്ഞാൽ സാധാരണ അറബിയിലുള്ള ഷ എഴുതിയിട്ട് അതിൻ്റെ താഴെ ഒരു പുള്ളിയും കൂടി ഇടുക. എന്നാൽ ഷ എന്നായി. പുഷ്പം. ഷ മഷി കൃഷി. കൃഷി. ഒന്നുകൂടെ. പുഷ്പം ഷ മഷി കൃഷി. ഔഷധം. വർഷം സന്തോഷം. പുരുഷൻ. ഒന്നുകൂടെ. പാഠം 10 പുഷ്പം ഷ മഷി കൃഷി ഔഷധം വർഷം സന്തോഷം പുരുഷൻ. അടുത്തത് ജഷം. ജഡിതി ജല്ലൻ ജംഭാരു ജലി ജല്ലിക്ക ഝങ്കാരം. വിശേഷ ദിവസങ്ങളിൽ സന്തോഷിക്കണം. താഴെ ചെറിയ അക്ഷരത്തിൽ എഴുതിയത് കണ്ടോ? വിശേഷ ദിവസങ്ങളിൽ സന്തോഷിക്കണം. കർഷകനെ നാം ഇഷ്ടപ്പെടണം. പിന്നെ കുട്ടികൾ ഝടിതിയിൽ നടന്നു. ഒന്നുകൂടെ. പാഠം 10 പുഷ്പം. അപ്പോൾ പുഷ്പത്തിൻ്റെ ഷ സാധാരണ അറബിയിൽ ഷ എഴുതിയിട്ട് താഴെ ഒരു പുള്ളി ഇടുക. അപ്പോൾ മൊത്തം 4 പുള്ളികളായി. മുകളിൽ 3 പുള്ളിയും താഴെ ഒരു പുള്ളിയും. അപ്പോൾ ഷ. അതുപോലെ ഝാൻസി എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഝ. അപ്പോൾ അത് ജായും ഹായും കൂടിയിട്ടാണ് ഝ. അതാണ് ജഷം. അപ്പോൾ മഷി കൃഷി ഔഷധം. വർഷം സന്തോഷം പുരുഷൻ. അതിൻ്റെ താഴെ വിശേഷ ദിവസങ്ങളിൽ സന്തോഷിക്കണം. കർഷകനെ നാം ഇഷ്ടപ്പെടണം. ഇനി ജഷം. ജഡിതി ജല്ലൻ ജംഭാരു ജലി ജല്ലിക്ക ഝങ്കാരം. കുട്ടികൾ ഝടിതിയിൽ നടന്നു. ഇനി നമ്മൾ അറബി മലയാളത്തിൽ താഴെ എഴുതണം. നബിദിനം ആഘോഷിച്ചു. നബിദിനം എന്നുള്ളത് മുഴുവനായിട്ട് നമുക്ക് അറബി അക്ഷരം കൊണ്ട് ഒപ്പിക്കാം. ആഘോഷിച്ചു എന്നുള്ളത് ആയും നമുക്ക് ഒപ്പിക്കാം. ഘോ എന്നുള്ളത് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് ഉള്ള 2ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു വച്ചിരുന്നു. എവിടെ? ഘടികാരം സംഘം ആഘോഷം. കണ്ടില്ലേ? അവിടുത്തെ ആ ഘായാണത്. ഘായും ഹായും കൂടിയിട്ടുള്ള അതിനെ ഒകാരം കൊടുത്ത് ആഘോഷിച്ചു. ഷ ഇവിടെ നമ്മൾ പഠിക്കുകയും ചെയ്തു. പിന്നെ ഇനി അടുത്തത് ജംഭാരു കളിക്കും. ആ അക്ഷരവും നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഷ ഷി ഷു ഝ ജി ചു.